നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അധ്യക്ഷനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സ്നേഹ സദനത്തിൻ്റെ മുഖ്യ വ്യക്തിയും നല്ലൊരു സംഘാടകനുമൊക്കെയായ ഫാദർ ബെന്നി അവர்களാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചെറുകഥാകൃത്തും അതുപോലെ തന്നെ നോവലിസ്റ്റും മാധ്യമ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള വിനു ഇബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടനായിക എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പൃഥ്വിരാജ് അഭിനയിച്ച കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന സിനിമ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നഷ്ടനായിക എന്ന നോവലിനെ അംഗീകരിച്ചാണ്. അതുപോലെ തന്നെ 25ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7 സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. മെക്സിക്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ മികച്ച ചെറുകഥ അവാർഡ്, ആംസ്റ്റർഡാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം നേടിയ പൗർണീസയുടെ തിരക്കഥ നിർവഹിച്ചു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഈ പ്രിയപ്പെട്ട ചലച്ചിത്രകാരനെ, നോവലിസ്റ്റിനെ, ചെറുകഥാകൃത്തിനെ, വിനു ഇബ്രഹാം അവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട മധു മേനോൻ അവരുടെയും സാധാരണ സ്വാഗതം ചെയ്യുന്നു. മികച്ച അഭിനേത്രി പുരസ്കാരം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട സിന്ധു എസ് അവരെയും സാധാരണ സ്വാഗതം ചെയ്യുന്നു. ജില്ലയിലെ മികച്ച ഗ്രന്ഥശാലയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള കിളിയൂർ സാഗര ഗ്രന്ഥശാല അതിന്റെ ഭാരവാഹി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരും. അവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. തന്മ സാഹിത്യവേദിയുടെ പ്രഥമ വിനേജ് എന്ന പുരസ്കാരം സമ്മാനിക്കുവാൻ ടോണി എം ആന്റണി അദ്ദേഹത്തെ പ്രത്യേകിച്ച് അതിന്റെ സുഹൃത്താനും അദ്ദേഹത്തെ സാധാരണ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ നന്ദി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഷീജ എസ് അവരെയും സാധാരണ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അധ്യക്ഷ സ്ഥാനവും വഹിക്കുന്ന പ്രിയപ്പെട്ട ബെന്നി അച്ഛനെ തിരികെ നൽകാൻ വേണ്ടി കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ബെന്നി അച്ഛൻ ക്യാമറയിലാണ്. ബെന്നി അച്ഛൻ രക്ഷപ്പെട്ടു തിരികെ നൽകാൻ ബെന്നി അച്ഛനെ സാധിച്ചു.
പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ പുരസ്കാര ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇവിടെ പുരസ്കാരം ലഭിച്ചവരെ വളരെ വേഗത്തിൽ പരിചയപ്പെടുത്തേണ്ടതായിട്ട്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട MS റസ്ലി അവരുടെ. അദ്ദേഹത്തിനാണ് സാഹിത്യരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 23 പുസ്തകങ്ങൾ, കവിതാ സമാഹാരങ്ങളിൽ നിന്നാണ് ജൂറി അദ്ദേഹത്തിന്റെ കല്ലുരുക്കും പെണ്ണ് എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുത്തത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് അധ്യാപന ജീവിതം ആരംഭിച്ചത്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ മുട്ടറ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. തണൽ, പ്രയാണം, കല്ലുരുക്കുംപെണ്ണ്, അകൽമരം എന്നീ 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രയാണം എന്ന കവിതാ സമാഹാരത്തിന് ബുക്ക് ഓഫ് അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരം, പരസ്പരം മാസിക ഏർപ്പെടുത്തിയ അനീഷ് ബാബു സ്മാരക പുരസ്കാരം, ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വാക്കുകളെ എങ്ങനെയാണ് കൃത്യമായി മൂർച്ചയുള്ളതാക്കാം എന്നറിയണമെങ്കിൽ MS റസ്ലിയുടെ കല്ലുരുക്കുംപെണ്ണ് എന്ന കവിതാ സമാഹാരം വായിച്ചാൽ മാത്രം മതിയാകും. വാക്കിന്റെ ധ്വനിയും അർത്ഥവും ഒക്കെ വിടർന്നു വരുന്ന ഒരു മാസ്മരികത ആ വരികൾക്കുണ്ട്. അദ്ദേഹത്തിനാണ് ഏറ്റവും മികച്ച സാഹിത്യ രത്ന പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഒരു നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട മധു മേനോൻ MP, അദ്ദേഹത്തിനാണ് ഏറ്റവും മികച്ച ഗാനാമൃത പുരസ്കാരം. ഒരുപാട് ഭക്തിഗാനങ്ങളും അതുപോലെ തന്നെ നാടകഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ ഒക്കെ എഴുതിയുള്ള ഒരു വ്യക്തിത്വമാണ്. ഇഞ്ചോടിച്ച് ഒരു പോരാട്ടത്തിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മധു മേനോൻ MP പാലക്കാട് ജില്ലയിൽ ആണ് ജനിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു പോരുന്നു. കഴിഞ്ഞ 12 വർഷത്തോളമായി ഗാനരചന രംഗത്ത് തുടരുന്നു. സംഗീതജ്ഞൻ PS രാധാകൃഷ്ണജിക്ക് നിരവധി ഭക്തിഗാന ആൽബങ്ങൾക്ക് വേണ്ടി രചന നിർവഹിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംഗീത സംവിധായകൻ അനിൽ വിനോദ് കുമാർ തുടങ്ങിയവർക്ക് ലളിതഗാനങ്ങൾക്കും ഉത്സവ ഗാനങ്ങൾക്കും ഭൂമിക ലഭിച്ചിട്ടുണ്ട്. കവിതകളും ഗാനങ്ങളുമായി 1000-ലേറെ രചനകൾ നിർവഹിച്ചതിൽ പലതും മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, അഖില ആനന്ദ്, ഐശ്വര്യ മോഹൻ തുടങ്ങി പല പ്രമുഖ ഗായകന്മാരെ ആലപിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ ഭക്തിഗാനങ്ങൾ പുറത്തിറക്കാനായി തയ്യാറെടുക്കുന്നതോടൊപ്പം ഓർമ്മയിൽ നിളയൊഴുകുമ്പോൾ എന്ന കവിതയിൽ പുറത്തിറങ്ങാനായി അണിയറ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഈ ഒരു മഹത് വ്യക്തിത്വത്തിനാണ് ഗാനാമൃത പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൃത്യമായ നല്ലൊരു കൈയ്യടി അഭിനന്ദനം നൽകുന്നു. അടുത്ത പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സിന്ധു S പൂജപ്പുര. അദ്ദേഹത്തിനാണ് ഏറ്റവും മികച്ച അഭിനേത്രി പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിന് ശ്രദ്ധേയമായ വേഷം എന്ന് പറയുന്നത് ഷു 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 എന്ന ഹ്രസ്വചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം. ഒരു മദ്യപാനിയുടെ ഭാര്യയായിട്ടാണ് അതിൽ വേഷപ്പെട്ടത്. അത് ഗൾഫ് നാടുകളിൽ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും അത് കണ്ട് വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ്. അതുപോലെ തന്നെ ഹരിത നൊമ്പരം, അതിലെ ഹരിതസേന അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന അതിലെ കുറിച്ച് വേഷം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ 6 സിനിമകളാണ് അദ്ദേഹത്തിനെതിരെ വരാനുള്ളത്. ചന്ദ്രോത്സവം ഉൾപ്പെടെ തീകരങ്ങൾ, അകലം, എയ്റ്റ്, ഇൻകോസ്, ബംഗ്ലാവ് തുടങ്ങി 6ഓളം സിനിമകൾ വെള്ളിത്തിരയിൽ തിയേറ്ററിൽ എത്താനായിട്ട് കാത്തിരിക്കുന്നു. അതിലെ എങ്കിലും സിന്ധു എന്ന ഷോർട്ട് ഫിലിം പുറത്തിറങ്ങാനിരിക്കുന്നു. അതുപോലെ നിരവധി സ്റ്റേജ് പ്രോഗ്രാം, കോമഡിയായിട്ടും അതുപോലെ നായികയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാം, ബാലയിലൊക്കെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സിന്ധു S പൂജപ്പുരയ്ക്കാണ് അഭിനേത്രി പുരസ്കാരമായിട്ട് സംസ്കാരം ചെയ്തിട്ടുള്ളത്. ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിന്ധു എസിന്റെ മികച്ച കൈകളിലൂടെ നമുക്ക് പരിരസിക്കുന്ന നമ്മുടെ സാഗര ഗർജനം പോലെയുള്ള നമ്മുടെ സാഗര ഗ്രന്ഥശാലയ്ക്കാണ് ജില്ലയിലെ ഏറ്റവും മികച്ച മികവാർന്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. മലയോര കർഷകർക്ക്
തിങ്ങിപ്പാർക്കുന്ന കിളിയൂർ ഗ്രാമത്തിന്റെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതിക്ക് വെളിച്ചമേകുന്ന സാഗര ഗ്രന്ഥശാല കലാകായിക സാംസ്കാരിക വേദിയുടെ പ്രവർത്തനം 2.5 പതിറ്റാണ്ട് പിന്നിടുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കാനും വിദ്യാഭ്യാസ മേഖലയിലെ കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാനും ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുകയെന്ന ഒരു കൂട്ടം യുവാക്കളുടെ സ്വപ്നമാണ് ഈ സാഗര ഗ്രന്ഥശാല. ചെറിയൊരു പുസ്തക ശേഖരമായി പ്രവർത്തനം തുടങ്ങിയ ഈ കേന്ദ്രം ഇപ്പോൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും നിറസാന്നിധ്യം വിളിച്ചോതുന്ന സാംസ്കാരിക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കലാ കായിക ഇനങ്ങളിൽ ആകൃഷ്ടരായ പ്രദേശവാസികളിൽ ചിലരാണ് ഒത്തുകൂടി ഇത് 1992 ഇതിനെ ഒരു സ്പോർട്സ് ക്ലബായി പിന്നീട് ഗ്രന്ഥശാലയായിട്ടും ഉയർത്തിയത്. ടി ജയചന്ദ്രൻ ആദ്യകാല പ്രസിഡന്റും പ്രവീൺ വിക്രമൻ സെക്രട്ടറിയുമായി പിന്നീട് പരിസ്ഥിതി ചൂഷണ ശ്രമങ്ങൾക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ, അതിന് പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിന്റെയും നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 300-ലേറെ അംഗങ്ങളുള്ള ഇവിടെ 2500-ലധികം പുസ്തക ശേഖരമുണ്ട്. വൃക്ഷത്തൈ നടി, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, സാഹിത്യ പഠന ക്യാമ്പുകൾ, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, നാടൻ കലാകായിക ഇനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ, സൗജന്യ PSC പരിശീലനം, യൂത്ത് ക്ലബ്ബ്, ബാലവേദി, വനിതാവേദി, വയോജനവേദി, സാംസ്കാരിക വേദി തുടങ്ങി ഒരുപാട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സാഗര ഗ്രന്ഥശാലയാണ് ഏറ്റവും മികച്ച ജില്ലയിലെ ഗ്രന്ഥശാലയായി സംസ്കാരം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ തന്മ സാഹിത്യവേദിയുടെ ആൾക്കാരുണ്ട്. അതിന്റെ പ്രഥമ ടി ദിനേശൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ടോണി M. ആന്റണിക്കാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഇവിടെ അത് കരസ്ഥമാക്കാൻ, അത് വാങ്ങിക്കാനായിട്ട് എത്തിച്ചേർക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് പ്രവാസ ജോലി തിരക്കുകൾക്കിടയിൽ ധാരാളം കഥകളും കവിതകളും എഴുതി. ഇനിയുള്ളത് നമ്മുടെ പുരസ്കാര സമർപ്പണമാണ്. അതിനുള്ള സമയമാണ്. ഇതിന് ഏറ്റവും സൂചിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമുള്ളത് നമ്മുടെ സാഹിത്യ പുരസ്കാരത്തിന് നമ്മുടെ ഭരണങ്ങാനം സ്വദേശി ഭരണങ്ങാനം സ്വദേശി 5003 രൂപ അദ്ദേഹത്തിന്റെ സമ്മാനമായിട്ട് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെച്ചിട്ട് കൊടുക്കാൻ നിർവാഹമില്ല. അത് ചെക്കായിട്ട് അയച്ചിട്ടുള്ളത് നമ്മുടെ പോസ്റ്റലില് നമ്മുടെ ഭാഗത്ത് എത്തിയിട്ടില്ല. അതാണ് അതും സർട്ടിഫിക്കറ്റുമായി പ്രസിഡന്റിയുടെ സമാനമില്ലാത്ത വിജയം പുരസ്കാരമുണ്ട്. ആദ്യമായി പുരസ്കാര സമർപ്പണത്തിന്റെ സംഭാഷണം ചെയ്യുന്നതിലേക്ക് വേണ്ടി പ്രമുഖ കഥാകൃത്തും നോവലിസ്റ്റുമായ വിനോദ് മക്കളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന അഭിനേത്രി പുരസ്കാരം നേടിയ സിന്ധു S. ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല ആയി തിരഞ്ഞെടുക്കപ്പെട്ട കിളിയൂർ സാഗര ഗ്രന്ഥശാലയുടെ പ്രവർത്തകർ ഇവിടെ ഈ പരിപാടിയിലേക്ക് അലങ്കാരനായി സാരഥിയായി നിൽക്കുന്ന പ്രിയ കവിയും ബുക്കഫേ പബ്ലിഷിംഗ് ഹൗസിന്റെ സാരഥിയും എന്റെ അടുത്ത സുഹൃത്തുമായ ശ്രീ ഷൈജു അലക്സ്, ആശംസ അർപ്പിക്കുന്ന ശ്രീ ബിജു, നന്ദി അർപ്പിക്കുന്ന ഷീജ ജസ്റ്റിൻ, വേദിയിൽ സദസ്സിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, എന്നെ സംബന്ധിച്ച് ഒരു കന്യായ സംഘടനയല്ല. ഞാനത് അതിഥിയായി മാത്രം പങ്കെടുത്ത് ഔപചാരികമായി വാക്കുകൾ നൽകി പോകുന്ന ഒരു വേദിയല്ല. വർഷങ്ങളായി വളരെ അടുപ്പമുള്ളതാണ്. ഒക്കെ ചേർന്നിട്ട് സംസ്കാര സാഹിത്യമൊക്കെ ചേർന്നിട്ട് പല വർഷങ്ങളിലും വേദികൾ, പല പരിപാടികളും അതിന്റെ ഒരു ഭാഗമാവുകയും ചെയ്യാൻ ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എപ്പോഴും സംസ്കാര സാഹിത്യം ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് എപ്പോഴും ഉള്ളതാണ്. ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉള്ളത്, ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ ഈ ഒരു മലയോര ഗ്രാമപ്രദേശത്ത് വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ യോഗമാണ് ഞാൻ വന്നപ്പോഴേ നോക്കുമ്പോൾ അങ്ങനെ ആ മലമിലെ നഗരത്തിൽ ജീവിക്കുന്ന ഒരു ദൃശ്യം കുറെ നേരം അനുഭവിക്കാൻ കഴിയും. എത്തിയതുകൊണ്ട് ആ ഒരു ദൃശ്യഭംഗി ആസ്വദിച്ച് ചൂട് മാത്രമുള്ള ഒരു വേനൽക്കാലമായതിനാൽ
ഗ്രാമീണ അന്തരീക്ഷത്തിൽ അത് പ്രത്യേകം നൽകുകയാണ്. ഇങ്ങനൊരു വേദി ഈ സ്നേഹസഭ എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ആദിവാസികൾക്കൊക്കെ ചെയ്യുന്ന അന്തരീക്ഷം ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് സന്തോഷകരമാണ്. ഈ ആദ്യമേ തന്നെ ഈ പുരസ്കാരം നേടിയ എല്ലാവരും ശാഖയുണ്ട്, സാഹിത്യ ശാഖയുണ്ട്, അഭിനയത്തിലുണ്ട്, മറ്റേ ഗ്രന്ഥശാല എല്ലാവരും ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇവര് കൂടുതൽ തങ്ങളുടെ രംഗങ്ങളിൽ വളരെ മികവോടെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലെയുള്ള പുരസ്കാരങ്ങൾ അത് തീർച്ചയായും ഏത് കലാകാരനും ഒരു പ്രോത്സാഹനമാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം നൽകുന്നതിനായി പ്രിയപ്പെട്ട വിനോദ്രഹം അവர்களையும் സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ഗാനാമൃത പുരസ്കാരം ശ്രീ മധു മേനോൻ. അടുത്തതായി മികച്ച അഭിനേത്രി പുരസ്കാരം സിന്ധു എസ്. ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല കിളിയൂർ സാഗര ഗ്രന്ഥശാല. അതിലെ 2-3 പ്രവർത്തകർ വായിച്ചാൽ അത്രയും നന്നായിരിക്കും. എല്ലാവരുടെയും നിറഞ്ഞ കൈയടിയുണ്ടാവണം. ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയായി തിരഞ്ഞെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രന്ഥശാലയാണ് കിളിയൂർ സാഗര ഗ്രന്ഥശാല. നല്ലൊരു കൈയടി. സംസ്കാര സാഹിത്യവേദിയുടെ സഹോദര സ്ഥാപനമായ സാഹിത്യവേദി തന്മ സാഹിത്യവേദിയുടെ പ്രഥമ വിനയചന്ദ്ര പുരസ്കാരം ടോണി എം ആന്റണി. അദ്ദേഹത്തിന് പകരമായി അദ്ദേഹത്തിന്റെ സുഹൃത്ത് അരുൺ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. തന്മ സാഹിത്യവേദിയുടെ പ്രഥമ വിനയചന്ദ്രൻ പുരസ്കാരം ടോണി എം ആന്റണി. നമ്മുടെ അവാർഡ് ജേതാക്കൾ അതുപോലെ തന്നെ ഇവിടെ എത്തിയ സംസ്കാര ഞാൻ പാലക്കാട് ജില്ലയിലുള്ള വരുന്നത് സംസ്കാര സാഹിത്യവേദിയുടെ ഈ പ്രോഗ്രാമിന് എന്നെ സെലക്ട് ചെയ്യും എന്നത് തന്നെ വളരെ സന്തോഷമാണ്. കൂടാതെ ഇവിടെ എത്തിയപ്പോഴാണ് ഇന്നത്തെ സംസ്കാര സാഹിത്യ സംഘടന ചെയ്ത ഒരു കാര്യത്തിൽ ഇതുവരെ മനസ്സിലാവുന്ന ഒരു കാര്യം ജീവിതത്തിലെ ഒരു പാഠം എന്താണെന്ന് അതിനെ മനസ്സിലായി.
എന്തായാലും അതിലെ സംഘടനാ അംഗങ്ങളെ എത്ര പ്രവർത്തിച്ചാലും മതിയായിരിക്കും. അഹങ്കാരങ്ങളുടെ വീർപ്പുകൂടി ഇറങ്ങുന്ന വ്യക്തിത്വങ്ങളും ഒരു പാഠമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹസമ്പന്നമായ ആളുകൾക്കിടയിൽ എത്രമാത്രം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കുറച്ച് വ്യക്തികളെ ഇവിടെ കാണാൻ സാധിച്ചു. അവരെ ആ സ്നേഹസമ്പന്നതയിലേക്ക് ഉയർത്തിയ ഈ സംഘടനയുടെ ഈ സ്നേഹസമ്പന്നം എന്ന ഭാരവാഹികൾക്ക് അതേപോലെ അച്ഛനായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സംഘടനയുടെ ധർമ്മം എന്താണെന്ന് വളരെ ഗഹനമായി നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വീഡിയോ തിരക്കഥാകൃത്തും നവോദിശമായ അദ്ദേഹം വളരെ ഗഹനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സംഘടനയ്ക്കും പഠിക്കേണ്ട ഒരു പാഠം കൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാമൂഹ്യ സഞ്ചരിച്ചും വളർന്നുള്ള കുട്ടികൾക്കുള്ള ഒരു ഗൈഡ്ലൈൻസ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്. എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു സംസ്കാര സംഘടന സംഘടിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇതിലൂടെ നമ്മൾക്ക് സമൂഹത്തിന്റെ വലിയ വലിയ സംഭാവനകൾ ഇത്തരം മഹത് വ്യക്തികളുടെ വചനങ്ങളിലൂടെ നമുക്ക് അനുകരിക്കാനും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നതിനുള്ള സന്തോഷം. അതുപോലെ തന്നെ ഈ സാഹിത്യ സംസ്കാര വേദിയുടെ പുരസ്കാരങ്ങൾ ലഭിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മികച്ച ഗ്രന്ഥശാലയിൽ തെരഞ്ഞെടുത്ത സാഗര അതിലംഗങ്ങൾക്കും വളരെ നന്ദി പറയുന്നു. കൂടാതെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് വളരെ ഗംഭീരമായി ഓരോ പ്രവൃത്തിപഥങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവ്, ഓരോ സംഘടനകളിലും അദ്ദേഹത്തിൻ്റെതായ സ്വന്തമായ വ്യക്തിത്വം വെച്ച് ഓരോ പരിപാടികളും പൂർണ്ണമായി കൊണ്ടുപോകുന്ന ഷൈജൂസ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്റെ ഹൃദയം പറയുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു സംഘടന എന്നെ ഈ ഒരു സംസ്കാര സാഹിത്യ വേദിയുടെ പുരസ്കാരത്തിന് സെലക്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിനേത്രിയായി തിരഞ്ഞെടുത്ത സിന്ധു എസ് അവർ സംസാരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെയുള്ള അവാർഡ് ഇങ്ങനെ വന്ന് ഇത് കഴിക്കാൻ ഇതിനുള്ള ചെലവിടാൻ സമയത്തിന് ഒരുപാട് സന്തോഷം. ആദ്യമൊന്നും എന്നെ ആർക്കും അറിയില്ല. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം സിനിമ അങ്ങനെയെല്ലാം ചെയ്ത് കഴിക്കുകയാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ കഥ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത്. 2 ഷോർട്ട് ഫിലിം സിനിമ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ട് എന്നെ ആദ്യം ശ്രമിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മദ്യവും കഞ്ചാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു സമൂഹത്തിൽ. അത് ഒരുപാട് നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ ഷോർട്ട് ഫിലിമിലും കളിയൊടിയല്ല അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. എന്നെ വിളിക്കുമ്പോഴെല്ലാം കഥ ഓൾറെഡി കേൾക്കുമ്പോഴും പറയുന്നത് ഒരു കളിയൊടിയൻ്റെ വൈഫാണ്, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളുടെ വൈഫായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു വേഷം കിട്ടുന്നത്. ചിലപ്പോൾ ഞാൻ നന്നായി ചെയ്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള ഷോർട്ട് ഫിലിമെല്ലാം വീട്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ എഴുതിയിരിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു വേദി ഒരു അവാർഡിൻ്റെ കാര്യമായി അത് വാങ്ങാൻ പറ്റിയത് ഇവിടെ എല്ലാവരും ഒരു സമയം ചെലവഴിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. സാഗര ഗ്രന്ഥശാല പ്രതികരിച്ച് ബിജു അവരുടെ അതുപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സാർ, അതുപോലെ തന്നെ ഈ രീതിയിലായിരിക്കുന്ന വിശിഷ്ടങ്ങളെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സംസ്കാര സാഹിത്യ വേദി ഒരു അവാർഡ് സമാപനം നൽകിയിരിക്കുകയാണ്. മികച്ച വിവിധ മേഖലകളിൽ മികച്ച കഴിവ് തെളിയിച്ച ആൾക്കാരെയും ബഹുമാനിക്കുന്ന ഒരു പുരസ്കാര വിതരണ ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ വിവിധ മേഖലകളിൽ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ വളരെയധികം കഴിവ് തെളിയിക്കുകയും അവരുടേതായിട്ടുള്ള മേഖലകളിൽ ഓരോ മികവ് കാണിക്കുകയും ചെയ്തവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു സാഗര ഗ്രന്ഥശാലയെ
മികച്ച ഗ്രന്ഥശാലയെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ അഭിമാനത്തോടെയാണ് ഈ അവാർഡ് വിതരണ ചടങ്ങിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ക്ലിയർ സാഗര ഗ്രന്ഥശാലയെ കുറിച്ച് നമ്മുടെ ശൈലി സാർ നേരത്തെ പറയുകയുണ്ടായി. നമ്മുടെ ഈ ശൈലി സാർ നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഒരുപാട് പിന്തുണയുമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതുപോലെ ചടങ്ങിൽ വെച്ചിട്ട് കുറച്ച് പുസ്തകം തരികയും അതുപോലെ തന്നെ ഗ്രന്ഥശാലയെ കുറിച്ച് വിവിധ മേഖലകളിലുണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോട് ഈ ഗ്രന്ഥശാലയെ കുറിച്ച് വളരെയധികം പരിചയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ശൈലി സാർ നമ്മുടെ ഈ ഗ്രന്ഥശാലയ്ക്ക് വരുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തിന് പ്രിയ സാഗര ഗ്രന്ഥശാലയുടെ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയുടെ പ്രോഗ്രാമുമായി ഏറ്റവും സഹകരിച്ചിരിക്കുന്ന നമ്മുടെ ശീല ചേച്ചി ഇവിടെയുണ്ട്. അവരും നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പിന്തുണയ്ക്ക് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ട അതിഥികളുണ്ട്. അവരും അവരുടെ സാന്നിധ്യത്തിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ക്ലിയർ സാഗരയ്ക്ക് നന്ദിയോടുന്നു. ക്ലിയർ സാഗര ഗ്രന്ഥശാല 1992 പിന്നീട് 2017 മുതലാണ് ഒരു ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ദിശാബോധത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രേഖപ്പെടുന്നത്. 2017 ഗ്രന്ഥശാലയെ രജിസ്ട്രേഷൻ ചെയ്യുകയും 2025 എത്തിയപ്പോൾ നമ്മുടെ ഈ ഗ്രന്ഥശാല മേഖലയിൽ വിവിധ ഗ്രേഡുകളായിട്ടാണ് നടക്കുന്നത്. ഗ്രേഡ് തുടങ്ങി A+ ഗ്രേഡിലാണ് ലൈബ്രറികളുടെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങിയ വർഷങ്ങൾ പിന്നീട് 25 വർഷം 30 വർഷങ്ങളിൽ ഞങ്ങളുടെ ഗ്രന്ഥശാല എത്താൻ കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പം ഈ ഗ്രേഡ് ലൈബ്രറിയായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കെട്ടണം എന്നുള്ള സംവിധാനമാണ് തീർച്ചയായിട്ടും നമ്മുടെ A ഗ്രേഡ് ലൈബ്രറിയോട് ഇപ്പം തന്നെ മാറുമായിരുന്നു. പക്ഷേ ഒരു നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. ആ വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം എടുക്കാൻ വേണ്ടിയുള്ള ഒരു 12 സെന്റ് സ്ഥലം ക്ലിയർ ജംഗ്ഷനിൽ തന്നെ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫണ്ട് പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിജയത്തിലേക്ക് പ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ക്ലിയർ സാഗര ഗ്രന്ഥശാലയുടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രവർത്തനത്തിനൊപ്പം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ ശൈലി സാർ സൂചിപ്പിച്ചതുപോലെ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ കലാകാരിക സാംസ്കാരിക വേദി പ്രവർത്തനങ്ങളായാലും എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനമാണ് ഗ്രന്ഥശാല നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രന്ഥശാലയുടെ ഒരു കബഡി ടീമുണ്ട്. അത് സംസ്ഥാന ഫസ്റ്റും സെക്കൻഡും വാങ്ങിച്ചിട്ടുള്ള ഒരു ടീമാണ്. അതിൻ്റെ ഒരു പരിശീലന കേന്ദ്രം കായിക വിനോദത്തിൻ്റെ പരിശീലന കേന്ദ്രം കൂടി ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നയിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെ കീഴിൽ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ക്ലാസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരു ചിത്രകലാ ക്ലാസ് പരിശീലന ക്ലാസ് കൊണ്ടുവരുന്നു. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള മഹേഷ് മാഷിൻ്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഗ്രന്ഥശാലയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയിലാണ് ഈ സംസ്കാര സാഹിത്യ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒരു മികച്ച ഗ്രന്ഥശാലയായിട്ട് അവാർഡ് നൽകിയത്. ഈ അവാർഡിനെ ക്ലിയർ സാഗര ഗ്രന്ഥശാലയുടെ എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇനി നമ്മുടെ ചടങ്ങിന്റെ ഔദ്യോഗികമായ നന്ദി പ്രകടനമാണ്. കൊടുമ്പി
കുടിയിരുന്നു നീ ഏതിരവിൻ നീലിമയിൽ നീറിനിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ വെങ്കുഴലി പാട്ടെരിഞ്ഞ പാതിരാത്ത് ഒറ്റമുടി പോലെ നിന്നതേതു കിനാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ അതേതു നിലാവോ ഏതിരവിൻ നീലിമയിൽ നീറിനിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ വെങ്കുഴലി പാട്ടെരിഞ്ഞ പാതിരാത്ത് ഒറ്റമുടി പോലെ നിന്നതേതു കിനാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ അതേതു നിലാവോ തേക്കുപാട്ടിൻ ഞാറ്റടി പാട്ടിൽ കൂട്ടുവന്നു കറുത്ത പെണ്ണാളെ കറ്റ കൊയ്യാനെതിരെ നീ വരുമ്പോഴേ കലവക്കിൽ കാത്തു നിന്നു കുട്ടിയായി ഞാൻ ഏതിരവിൻ നീലിമയിൽ നീറിനിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ ഏതിരവിൻ നീലിമയിൽ നീറിനിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ തെക്കുപാട്ടിൻ ഞാറ്റടി ഒറ്റമുടി പോലെ നിന്നതേതു കിനാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ ഇനി ആരെങ്കിലും പാടുന്നതാണ് മലയാളത്തിന്റെ പൈതൃക സമ്പത്താണ് ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴ ഇന്ന് ഏകദേശം ഓർമ്മയിൽ മാത്രമായി നിൽക്കുകയാണ്. കാരണം മനുഷ്യന്റെ ചില ചെയ്തികൾ അതെല്ലാം നശിച്ച് മരിച്ചു പോയ ഒരവസ്ഥയിലാണ്. എന്തായാലും ഭാരതപ്പുഴയെ കുറിച്ച് ഞാൻ എഴുതിയൊരു കഴിവ് അത് എക്സോഡിയസ് അടുത്ത് തന്നെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ ഭാരതപ്പുഴയെ കുറിച്ച് ഒരു കുറച്ച് ഭാഗം ഞാൻ കാണാം. ഓർമ്മയിൽ നിലകൊള്ളുമ്പോൾ പാലിനൊരു പേരായിരുന്ന പേരാറിന്ന് പേരിനൊരു പുഴയെന്നൊരോർമ്മ മാത്രം. പാലിനൊരു പേരായിരുന്ന പേരാറിന്ന് പേരിനൊരു പുഴയെന്നൊരോർമ്മ മാത്രം. പുഴ തഴുകിയൊഴുകുമഴകാർന്നൊരാളുകൾ പഴമയുടെ നാളുകളിലോർമ്മയായി. പുഴ തഴുകിയൊഴുകുമഴകാർന്നൊരാളുകൾ പഴമയുടെ കാലുകളിലോർമ്മയായി. പിറവിയാൽ പെരുമയോടൊഴുകുന്നൊരാ കഥ പറയുവാനേറെ ഈ കുണ്ടഴിക്ക്. പുണ്യമാം മലയാള മണ്ണിനുണർവേ പുകളാർന്നൊരാ കാലമുണ്ട്. തെളിനീരുമിളനീരു പോലൊഴുകിയ തടുവേകിരുന്നു തടമാകെയെന്നും. തരുതിരകളിരുകരയിടതോന്നു നിൽക്കുന്നു കരുണിമയമായൊഴുകുമതിയിലും. തടവല്ലികൾ കടിവേരിന്നു തടുവേരി തടവനങ്ങൾ കുളിരേകി പോകും. തരളമായോളങ്ങളൊഴുകുമാസൈലത്തിൽ താളതരംഗങ്ങളായിരുന്നു. മണലേറും തീരത്തുരണവീരന്മാരുടെ മാമാങ്കം കൊണ്ടാടി വന്നിരുന്നു. മലയാള മണ്ണുണർത്തിയിടുവാൻ കവികൾക്കു മഞ്ജുള മലയാളു പൂനമെന്നും. തീരത്തൊരുക്കുമാതിരി കർമ്മമെന്തിനും തെളിനീരൊഴുക്കി നിറഞ്ഞിരുന്നു. തീരത്തിനരികത്തു ഹരിതാഭയേറുവാൻ കടലാതെ കുളിരേകി പോന്നിരുന്നു. കാലങ്ങളോളം നിറഞ്ഞൊരാ പ്രൗഢിയും കാലാന്തരത്തിൽ കൊഴിഞ്ഞു പോയി.
വരാനിടയെന്നു കാണാത്തൊരടയാളം മാത്രമായി പച്ചപ്പണിഞ്ഞൊര പാടവും തോടും പതിറ്റാണ്ടുകൾ മുമ്പേയായിരുന്നു. പാലിഞ്ഞുര പെറ്റൊഴുകിയ പുഴയിലാം പഴങ്കഥ പോലെ ഇന്നോർമ്മയായി. വെള്ളത്തിലോളങ്ങൾക്കിടയിലൂടന്നു വള്ളങ്ങളോടിത്തുഴഞ്ഞിരുന്നു. വളവൊത്ത കൽപദ്രുമങ്ങൾ നിറഞ്ഞര വള്ളുവാനാളുമൊന്നായിരുന്നു. മാനവരാശിതൻ സ്വാതന്ത്ര്യത്തിനുള്ളിൽ മനോജ്ഞമാമി പുഴ ശോഷിച്ചുപോയി. മണലൂറ്റി കുഴികളാലൊഴുകാതെ ഒഴുകി മരിച്ചല്ലോ ഭാരത പുഴയുന്ന. പാഴായി എങ്കിലും ഓർമ്മയിൽ ഈ പുഴ പവിത്രമായെന്നും നിറഞ്ഞു നിൽക്കും. പാരാതെ പുഴയെ തഴുകി ഉണർത്തുവാൻ പരശുരാമാ നീ അവതരിക്കൂ. പാഴായി എങ്കിലും ഓർമ്മയിൽ ഈ പുഴ പവിത്രമായെന്നും നിറഞ്ഞു നിൽക്കും. പാരാതെ പുഴയെ തഴുകി ഉണർത്തുവാൻ പരശുരാമാ നീ അവതരിക്കൂ. ഏറെ സ്നേഹബഹുമാനമുള്ള നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വെള്ളിയച്ഛൻ, ഏറെ പ്രിയങ്കരായ നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ സാറിന്റെ ഗാനങ്ങളുടെ ഭയങ്കര രസമാണെന്ന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ വീഡിയോ കളഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഞാനിവിടെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ നടക്കുന്ന ഏകദേശം പ്രോഗ്രാമുകളിൽ എന്നെ ശരിതെറ്റി ക്ഷണിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. വളരെയധികം സന്തോഷം. ഒരു കുടുംബത്തിലെ ആഘോഷ പരിപാടികൾ, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിനാണ്. ഇവിടെ ഏകദേശ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വളരെ സ്നേഹസമ്പന്നരായി മക്കളെയൊക്കെ പരിപാലിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ അവസാന നാളുകളിൽ ആയിരിക്കണമെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളാണ്. എന്തോ ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് പോലെ ഈ ഒരു സ്നേഹസദനത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായി, അല്ലെങ്കിൽ അവർ വളർത്താത്ത മക്കളുടെ സ്നേഹം അനുഭവിക്കാനായി ദൈവം കരുതി വെച്ച ഒരു സ്ഥലം കൂടിയാണിത്. ഈ സ്ഥലത്തായിരിക്കുമ്പോൾ അവരനാഥരല്ല. സ്നേഹം മാനി വളർത്താനായിട്ട് ഒരുപാട് മനുഷ്യ സ്നേഹികൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് നിരവധിയായ ആൾക്കാർ ഇവിടെ ഓരോ തവണയും അവരുടെ കുടുംബത്തിലൊരു പിറന്നാൾ ആഘോഷം വന്നാലും ഒരു ആനുവലിലെ എന്തെങ്കിലും അവരുടെ കുടുംബത്തിലൊരു പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇവിടെ വെച്ച് ആഘോഷിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള ഒരു ദിവസം കണ്ടാ മതി. ഇതിനു വേണ്ടി വാങ്ങിച്ചതാ. മുഖത്ത് നോക്കുക മനുഷ്യ, ഇങ്ങോട്ട് നോക്കുക മനുഷ്യ. ഈ മോളെ നില കണ്ടുകൂടാ. ഓക്കെ ഓക്കെ. നമുക്കിവിടെ സംസാരിക്കാൻ ആ ആഘോഷ പരിപാടികളിൽ അവരുടെ പങ്കുകാരാകാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഇവരുടെ ഗ്രാമപഞ്ചായത്തിന്റെ ചെറുപ്പത്തിൽ എന്നുള്ള നിലയിൽ എനിക്ക് ഈ നിങ്ങൾക്ക് ചായ കുടിച്ച് എല്ലാവരും കൊണ്ടുവരണം. റസ്ലി എംഎസിന്റെ 4 കണ്ട സംഭാവനകൾ അദ്ദേഹം സാഗര ഗ്രന്ഥശാലയ്ക്ക് സംഭാവന നൽകുകയാണ്. അതിന്റെ പ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ വന്ന് ഏറ്റുവാങ്ങുക. സാഗര ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പ്രശസ്ത കവയിത്രി റസ്ലി നൽകുന്ന
അദ്ദേഹത്തിന്റെ 4 വനിതാ സമ്മാനങ്ങൾ ഒക്കെ വൈകുന്നേരം അയച്ചു തരും. ധൈര്യമായിട്ടിരിക്കും. ഞാൻ അത് മാത്രം കിട്ടിയില്ല, അതടുത്ത് ഭയങ്കര ഫീലിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ സങ്കടപ്പെടണ്ട, പരിഗണിക്കും. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.